നമസ്കാരം കുഞ്ഞുങ്ങളെ, എക്സലൻറ്റ് ഹിന്ദി സാഹിത്യയിലേക്ക് എല്ലാവർക്കും സ്നേഹത്തോടെ സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കുന്ന പാഠം 7ാം ക്ലാസ്സിലെ 5ാമത്തെ പാഠമായ മിഠായി വാല. എന്താണ് മിഠായി വാല? മിഠായി കൊണ്ടുവന്ന് വിൽക്കുന്ന ആളെയാണ് നമ്മൾ മിഠായി വാല എന്ന് പറയുന്നത്, അല്ലേ? പാഠത്തിലേക്ക് കടക്കാം നമുക്ക്. बहुत ही मीठे सुरों के साथ वह गलियों में घूमता हुआ कहता, बच्चों को बहलाने वाला खिलौने वाला. बहुत ही मीठे സ്വരവും के साथ. എന്താണ് ബഹുത് ഹി മീഠേ സ്വർ? വളരെയധികം മധുര ശബ്ദത്തോടു കൂടി. വഹ് നമ്മുടെ കഥയിലെ ഈ കഥാപാത്രമായ ഖിലൗനെ വാല, കളിപ്പാട്ടങ്ങൾ കൊണ്ട് നടന്ന് വിൽക്കുന്ന ആ മനുഷ്യൻ. ഗലിയോമേ ഘൂംതാ ഹുവ കേത്ത. ഗലി ഇടുങ്ങിയ ഇടവഴികളുണ്ടല്ലോ, അതിനെയാണ് നമ്മൾ ഗലി എന്ന് പറയുന്നത്. അവിടെയൊക്കെ ഘൂംതാ ഹുവ, ഘൂംന മീൻസ് ചുറ്റിക്കറങ്ങിക്കൊണ്ട് പറയുകയാണ്, ബെച്ചോങ്കോ ബെഹലാനെ വാല ഖിലൗനെ വാല. കുട്ടികളെ ബഹലാനെ വാല, ബഹലാന എന്ന് പറഞ്ഞാൽ സന്തോഷിപ്പിക്കുന്ന, ആനന്ദിപ്പിക്കുന്ന, ഖിലൗനെ വാല കളിപ്പാട്ട കച്ചവടക്കാരനെയാണ് ഖിലൗനെ വാല എന്ന് പറയുന്ന കളിപ്പാട്ട കച്ചവടക്കാരൻ എത്തിയിട്ടുണ്ടെന്നാണ് ഉദ്ദേശിക്കുന്നത്, അല്ലേ? അപ്പോൾ ഇങ്ങനെ വളരെ മധുരസ്വരത്തിൽ പറയുകയാണ്, ബെച്ചോങ്കോ ബഹലാനെ വാല, കുട്ടികളെ ആനന്ദിപ്പിക്കുന്ന കളിപ്പാട്ട കച്ചവടക്കാരൻ, അത്രയുമാണ് പറയുന്നത്. ഇസ് അധൂരെ വാക്യകോ ऐसे विचित्र किंतु मादक मधुर ढंग से गाकर कहता कि सुनने वाले एक बार अस्थिर हो उठते. इस अधूरे वाक्य को, അധൂര ഇൻകംപ്ലീറ്റ് ആണ്, കംപ്ലീറ്റ് ആവാത്ത ഈ വാക്യത്തെ ऐसे വിചിത്ര കിന്തു മാദക് മധുർ ढंग से, അതൊരു തരം വളരെ വ്യത്യസ്തമായ വിചിത്രമായ തരത്തിലുള്ള കിന്തു മാദക് മധുർ ढंग से, പക്ഷെങ്കിൽ മാദക് നമ്മുടെ മനസ്സിനെ മോഹിപ്പിക്കുന്ന തരത്തിലുള്ള മധുര ढंग से, വളരെ മധുരതരമായ രീതിയോടുകൂടി ഗാക്കർ കേത്ത, വളരെ മധുര സ്വരത്തിൽ അദ്ദേഹം പാടിയാണ് പറയുന്നത്. എന്ത്? ബെച്ചോങ്കോ ബെഹലാനെ വാല ഖിലൗനെ വാല എന്ന് പറയുന്നത്. അത് സുനിനെ വാലേ, അത് കേൾക്കുന്നവർ എക്ക് ബാർ അസ്ഥിർഹ കൊടുത്തേ, ഒരു പ്രാവശ്യം അസ്ഥിരഹ കൊടുത്തേ. അസ്ഥിർഹ ഉടന എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ നിന്ന് ഒരല്പനേരം ഒന്ന് വ്യതിചലിക്കും, എന്ന് വെച്ചാൽ ചെയ്യുന്ന പ്രവൃത്തിയിൽ നിന്ന് മൈൻഡ് മാറിപ്പോകും ആരാണെങ്കിൽ പോലും ഇത് കേട്ട് കഴിയുമ്പോൾ. उसके स्नेहाभिषिक्त खंड से फूटा हुआ गान सुनकर निकट के मकानों में हलचल मच जाती. उसके സ്നേഹാഭിഷിക്ത അദ്ദേഹത്തിൻ്റെ സ്നേഹം തുളുമ്പുന്ന, സ്നേഹം നിറഞ്ഞ, ഖണ്ഡ് സെ ഭൂട്ടാ ഹുവ, ഖണ്ഡ് മീൻസ് അദ്ദേഹത്തിൻ്റെ ഗല, അദ്ദേഹത്തിൻ്റെ ത്രോട്ട്, ആ ത്രോട്ടിൽ നിന്ന് പുറത്തേക്ക് വരുന്നതായ ഗാന സുൻഖർ, ആ മധുരഗാനം. ഏതാണ് ആ മധുരഗാനം? ബെച്ചോങ്കോ ബെഹലാനെ വാല ഖിലൗനെ വാല. അത് കേട്ടിട്ട് നിക്കടക്കെ മക്കാനോമേ ഹൽചൽ മജ് ജാത്തീം, തൊട്ടടുത്തുള്ള വീടുകളിലൊക്കെ തന്നെ ഹൽചൽ മജ് ജാത്തീം, ഹൽചൽ മജാന, ബഹളം ഉണ്ടാകും. കാരണം അവരൊക്കെ ഇങ്ങനെ പെട്ടെന്ന് ആക്റ്റീവായിട്ട് മാറും. ഓക്കെ. छोटे छोटे बच्चों को अपनी गोद में लिए युवतियाँ चिखों को उड़ाकर छज्जों पर नीचे झांकने लगती. झांकना എത്തി നോക്കുക. ചോട്ടെ ചോട്ടെ ബച്ചുങ്കോ അപ്നി ഗോദ് മേ ലിയെ, ചെറിയ ചെറിയ കുട്ടികളെയൊക്കെ മടിയിലെടുത്ത് വെച്ചിട്ട്, യുവതിയാം സ്ത്രീകൾ, ഗോതമേലന മടിയിലെടുത്ത് വെക്കുക, മടിയിലെടുത്തിട്ട് യുവതിയാം ചിഖോങ്കോ ഉഡാക്കർ, കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് സ്ത്രീകളൊക്കെ യുവതികൾ എന്ത് ചെയ്യുന്നു? ചിക്കോങ്കോ ഉഡാക്കർ, ചിക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ബാമ്പൂ കർട്ടൻ ഇടത്തില്ലേ, അത് മാറ്റിയിട്ട് ചജോംബർ നീച്ചെ ജാങ്നെലെത്തി, അതായത് ഭിത്തിയിൽ നിന്ന് കുറച്ച് മുന്നോട്ടുള്ള ഭാഗം, സിറ്റൗട്ട് പോലുള്ള പോർഷനെയാണ് നമ്മൾ ഛജ്ജ എന്ന് പറയുന്നത്. അവിടെയൊക്കെ ബാമ്പൂ കർട്ടൻ ഇട്ടിട്ടുണ്ടാവും. അത് മാറ്റിയിട്ട് അവരെന്ത് ചെയ്യുകയാണ്? ജാങ്ന, ഇങ്ങനെ എത്തി നോക്കാൻ തുടങ്ങി സ്ത്രീകളൊക്കെ. ഈ ഖിലൗനെ വാല, ബെച്ചോങ്കോ ബഹലാനെ വാല ഖിലൗനെ വാല, ഈ പാട്ട് കേട്ടിട്ട്, അല്ലേ? गलियों और उनके अंतर्व्यापी छोटे छोटे उद्यानों में खेलते और इठलाते हुए बच्चों का झुंड उसे घेर लेता. गलियों, ഈ ചെറിയ ഇടവഴികളിലും, और അന്തർവ്യാപി, और उनके अंतर्व्यापी छोटे छोटे उद्यानों में, അതിൻ്റെ ഉള്ളിലുള്ളതായ ചെറിയ ചെറിയ ചോട്ടെ ചോട്ടെ
ഉദ്യാനോമേം ചെറിയ ചെറിയ പൂന്തോട്ടങ്ങളിലുമൊക്കെ ഖേൽത്തെ കളിച്ചുകൊണ്ടിരിക്കുന്നതും അതുപോലെ കളിച്ചുകൊണ്ടും അവർ ഇഠലാത്തെ ഹുയെ വളരെ വളരെ സന്തോഷത്തോടു കൂടി വളരെ ഗർവോടുകൂടി കളിച്ചുകൊണ്ടിരിക്കുന്ന കുറേ കുട്ടികളുണ്ടാവും അല്ലേ. അവരൊക്കെ ആ ബച്ചോങ്ക ഝുണ്ട്, ആ കുട്ടികളുടെയൊക്കെ ഝുണ്ട് മീൻസ് കൂട്ടമാണ്, കുട്ടികളുടെ കൂട്ടം. ഉസേ ഘേർലേത്ത, ഈ ഖിലൗനേവാലയെ എന്ത് ചെയ്തു, ഈ കളിപ്പാട്ട കച്ചവടക്കാരനെ അങ്ങ് വളഞ്ഞു. ഘേർന വളയുക. और तब वह खिलौने वाला वहीं बैठकर खिलौने की पेटी खोल देता. തബ് അപ്പോൾ കുട്ടികൾ വളഞ്ഞു കഴിഞ്ഞപ്പോൾ ഖിലൗനെ വാല, ആ കളിപ്പാട്ട കച്ചവടക്കാരൻ വഹീം ബൈഠക്കർ അവിടെ തന്നെ ഇരുന്നിട്ട് ഖിലൗനേക്ക് പേട്ടി ഖോൽ ദേത്ത, അദ്ദേഹത്തിൻ്റെ കളിപ്പാട്ടങ്ങൾ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബോക്സ് ഉണ്ട്, അതെന്ത് ചെയ്തു, ഖോൽ ദേത്ത, അവരുടെ മുന്നിൽ തുറന്നു വെച്ചു. ബച്ചെ ഖിലൗനെ ദേക്കർ പുൽകിത് ഹോടെ ഉഠേ, കുട്ടികൾ ഖിലൗനെ ദേക്കർ കളിപ്പാട്ടങ്ങളെല്ലാം കൂടെ അങ്ങനെ തുറന്നു വെച്ചത് കണ്ടു കഴിഞ്ഞപ്പോഴേ പുൽകിത് ഹോടെ, അവരെന്ത് ചെയ്തു, അവരെ പുള്ളക്കിതരായി, എന്നുവെച്ചാൽ അവർക്ക് വിശ്വസിക്കാൻ പറ്റാത്ത തരത്തിൽ ആയിപ്പോയി അല്ലേ. വേ പൈസ ലാക്കർ ഖിലൗനെ കാ മോൽഭാവ് കർനെ ലഗ്തേ. വേ അവർ, ആരാണ്, കുട്ടികൾ, പൈസ ലാക്കർ, അവർ പൈസ കൊണ്ടുവന്നിട്ട് അവരുടെ വീടുകളിൽ നിന്ന് പൈസ കൊണ്ടുവന്നിട്ട് ഖിലൗനേക്കാ മോൽഭാവ് കർണലിലെത്തെ, ഈ കളിപ്പാട്ടത്തിൻ്റെയൊക്കെ വില ചോദിക്കാനും അതുപോലെ തന്നെ അതിൻ്റെ വില പേശാനും ഒക്കെ ആയിട്ട് അവർ തുടങ്ങി. പൂച്ച്തേ ഇച്ച്കാ ദാം ക്യാ ഹേ, ഔൽ ഇച്ച്കാ, എന്താ അവർ ചോദിച്ചത്, ഇസ്കാ ദാം ക്യാ ഹേ എന്നാണ് അവർ ചോദിക്കുന്നത്. കുട്ടികളുടേതായ സ്വരത്തിൽ നമ്മളോട് ലേഖകൻ പറഞ്ഞിരിക്കുകയാണ് ഇച്ച്കാ ദാം ക്യാ ഹേ. അവരവരുടേതായ ആ ഒരു കൊച്ചു കുട്ടികളല്ലേ, അവരുടെ സംസാരത്തിൻ്റെ ആ ഒരു പ്രത്യേകത വെച്ചിട്ട് പറഞ്ഞിരിക്കുകയാണ്. ഇതിൻ്റെ വില എന്താണ്, ഔലിച്ചുക എന്ന് വെച്ചാൽ ഔറിസ്ക, ഇതിൻ്റെയോ, ഔലിച്ചുക എന്ന് ചോദിച്ചാൽ ഇതിൻ്റെ എന്താണ്, ഇതിൻ്റെ വില എന്താണ്. പിന്നെ അവർ ചോദിക്കുകയാണ് ഓരോന്നിനും ചൂണ്ടിക്കാണിച്ചിട്ട്. खिलौने वाला बच्चों को देखता और उनकी नन्ही नन्ही उंगलियों से पैसे ले लेता और बच्चों की इच्छा अनुसार उन्हें खिलौने दे देता. खिलौने वाला बच्चों को देखता, നമ്മുടെ ഖിലൗന വാല എന്ത് ചെയ്തു, നമ്മുടെ കളിപ്പാട്ട കച്ചവടക്കാരൻ കുട്ടികളെ നോക്കിയിട്ട് ഉൻകി നന്നി നന്നി ഉങ്കലിയോം സേ, അവരുടെ ആ നന്നി വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു കൈകളിൽ നിന്ന്, ഉങ്കലി വിരലുകളാണ്, അവരുടെ വിരലുകളിൽ നിന്ന്, അവരുടെ ആ വിരലുകൾ വളരെ ഉങ്കലി വിരലാണ്, ആ വിരലിൽ നിന്ന് അദ്ദേഹം എന്ത് ചെയ്തു, പൈസ എടുത്തു. അപ്പോൾ അത് തൊടുമ്പോൾ ഒരു വളരെ സോഫ്റ്റ് ഫീൽ ചെയ്യുന്നുണ്ടല്ലേ. അവർ ബച്ചോങ്കി ഇച്ഛാനുസാർ ഉനേം ഖിലൗനെ ദേ ദേത്ത, ബച്ചോങ്കി ഇച്ഛാനുസാർ, കുട്ടികളുടെ ആഗ്രഹം അനുസരിച്ച് തന്നെ, ഇച്ഛാനുസാർ അവരുടെ ആഗ്രഹം അനുസരിച്ച് ഖിലൗനെ ദേ ദേത്ത, അവർക്ക് കളിപ്പാട്ടം അദ്ദേഹം കൊടുത്തു. ഖിലൗനെ ലേക്കർ ഫിർ ബച്ചെ ഉച്ചൽനെ കൂതിനെ ലഗ്തേ, ഖിലൗനെ ലേക്കർ, ഈ കളിപ്പാട്ടവുമായിട്ട് ഫിർ പിന്നീട് കുട്ടികൾ എന്താ ചെയ്തത്, ബച്ചെ ഉച്ചലിനെ കൂതിനെ ലഗ്തേ, അവരിങ്ങനെ ചാടി മറിയാൻ തുടങ്ങി അല്ലേ. അവർ ഫിർ പിന്നീട് അവരെന്താ ചെയ്തത്, ഖിലൗനെ വാല ഉസി പ്രകാർ ഗാക്കർ കേത്ത, പിന്നീട് എന്താണ് ഖിലൗനെ വാല, പിന്നീട് ഈ കളിപ്പാട്ട കച്ചവടക്കാരൻ ഉസി പ്രകാർ ഗാക്കർ കേത്ത, ഈ ഫസ്റ്റ് പറഞ്ഞുകൊണ്ടിരുന്ന ആ ഒരു അദ്ദേഹത്തിൻ്റെ ആ ഒരു പാട്ടുണ്ടല്ലോ, അതുപോലെ ബച്ചോങ്കോ ബെഹലാനെ വാല ഖിലൗനെ വാല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, വീണ്ടും ഇങ്ങനെ പാടാൻ തുടങ്ങി. സാഗർ കി ഹിലോർ കി ഭാന്തി उसका एक मादगान गली भर के मकानों में इस ओर से उस ओर तक लहराता हुआ पहुंचता और खिलौने वाला ആകെ ബഡ്ജാത്ത. സാഗർ കി ഹിലോർ കി ഭാന്തി, സാഗർ സമുദ്രമാണ്, ഹിലോർ അതിൻ്റെ ഓളങ്ങൾ, സമുദ്രത്തിൻ്റെ ഓളങ്ങൾ പോലെ, കി ഭാന്തി അതുപോലെ, ഉസ്കായിഹ് മാതഗാൻ അദ്ദേഹത്തിൻ്റെ ആ മോഹിപ്പിക്കുന്ന, മറ്റുള്ളവരെ പെട്ടെന്ന് ആകർഷിപ്പിക്കുന്ന തരത്തിലുള്ള ആ ഒരു ഗീതം, ഗലീ ഭർ കെ മക്കാനോമേ, ആ തെരുവിലുള്ളതായിട്ടുള്ള ആ വീടുകളിലെല്ലാം തന്നെ ഈ സോർസ് ഉസോർത്തക്, ഒരു വശത്ത് നിന്ന് മറുവശം വരെ, ലഹറാത്താഹു അങ്ങനെ അലയടിച്ചു, പഹുഞ്ചിത്ത ഔർ ഖിലൗനെ വാല ആകെ ബഡ്ജാത്ത, അങ്ങനെ അലയടിച്ചുകൊണ്ടിരുന്നു. അതോടൊപ്പം തന്നെ ഖിലൗനെ വാല ആകെ ബഡ്ജാത്ത, അദ്ദേഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, അടുത്ത സ്ഥലങ്ങളിലോട്ട് ഇങ്ങനെ പോവുകയാണ് അല്ലേ. റായ് വിജയ് ബഹാദുർ കെ ബच्चे भी एक दिन खिलौने लेकर घर आए.
റായ് ബഹാദൂർ കെ ബച്ചെ ബി ഏക് ദിൻ ഖിലൗനെ ലേക്കർ ഘർ ആയി. റായ് ബഹാദൂർ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹത്തിൻ്റെ കുട്ടികളും ഒരു ദിവസം ഖിലൗനെ ലേക്കർ ഘർ ആയി, ഒരു ദിവസം കളിപ്പാട്ടവുമായിട്ട് വീട്ടിൽ ചെന്നു. വി ദോ ബച്ചെ ഥേ, രണ്ട് കുട്ടികളാണ് ഉണ്ടായിരുന്നത് അദ്ദേഹത്തിന്, ചുന്നു और മുന്നു, ചുന്നുവും മുന്നുവും. चुन्नू जब खिलौने ले आया तो बोला, मेला खोला कैचा चुंदल ए. मुन्नू बोला, औल देखो मेला कैचा ചുണ്ടൽ ഏ. എന്താണ് ചുന്നു കളിപ്പാട്ടം കൊണ്ടുവന്നിട്ട് പറഞ്ഞത്? മേല ഖോല എന്ന് പറഞ്ഞാൽ മേര എന്നാണ്, മേല. കൊച്ചുകുട്ടികളുടെ സംസാരം അതുപോലെ റൈറ്റർ എഴുതിയിരിക്കുകയാണ്. മേല ഖോല, എൻ്റെ ഖോല കുതിരയാണ്, ഘോട എന്നുള്ളതാണ് കുതിര, എൻ്റെ കുതിര, അതായത് കളിപ്പാട്ടത്തിൻ്റെ രൂപത്തിലുള്ള കളിപ്പാട്ടമായിട്ടുള്ള ആ കുതിര. കൈച്ച എന്ന് പറഞ്ഞാൽ കൈസ, ചുണ്ടൽ ഏ സുന്ദർ ഹേ, എൻ്റെ കുതിര എന്ത് മനോഹരമായിരിക്കുന്നു. അപ്പോൾ മുന്നു പറഞ്ഞു, ഔൽ ദേക്കോ എന്ന് പറഞ്ഞാൽ ഔർ ദേക്കോ, മേല കൈച്ച ചുണ്ടൽ ഏ, മേല എൻ്റേത്, കൈസ കൈച്ച കൈസ, ചുണ്ടലേ സുന്ദർ ഹേ, എൻ്റെ എന്തു സുന്ദരമാണ്. ദോനോ അപ്നെ ഹാത്തി ഘോടെ ലേക്കർ ഘർ ഭർ മേം ഉജ്ജലിനെ ലേക്കെ. ദോനോ രണ്ടുപേരും, ചുന്നും മുന്നും അല്ലേ, അപ്നെ ഹാത്തി ഘോടെ ലേക്കർ, തൻ്റെ അവരവരുടെ കളിപ്പാട്ടങ്ങളാണ്. ഹാത്തി, ഒരാളുടെ കളിപ്പാട്ടം ഹാത്തിയാണ്, എലിഫൻ്റാണ്, ഒരാളുടെ ഘോട കുതിരയാണ് അല്ലേ. അപ്പോൾ ആനയും കുതിരയൊക്കെ വെച്ചിട്ട് ഘർ ഫർമേം ഉജ്ജലിനെ ലഗെ, വീടിനുള്ളിലൂടെ എല്ലാവരും ഇങ്ങനെ തുള്ളിച്ചാടി നടക്കാൻ തുടങ്ങി. ഇൻ ബച്ചോं की माँ रोहिणी कुछ देर तक खड़े खड़े उनका खेल निरखती रही. ഇൻ ബച്ചോं की माँ रोहिणी, ഈ കുട്ടികളുടെ അമ്മയുടെ പേരെന്താണ്? രോഹിണി. രോഹിണി കുച്ച് ദേർ തക്ക്, കുറച്ചു നേരം, ഖടേ ഖടേ അവിടെ നിന്നിട്ട്, ഉൻകാ ഖേൽ അവർ ഈ കളിക്കുന്നത്, അതായത് ഈ കളിപ്പാട്ടം വെച്ചിട്ട് അവർ കളിക്കുന്നത്, നിറക്തി രഹി അവർ അങ്ങനെ അത് നോക്കിക്കൊണ്ട് അവിടെ നിന്നു. അന്തമേ ദോനോ ബച്ചോं को बुलाकर उसने पूछा, അന്തമേ അവസാനം, ദോനോ ബച്ചോं को बुलाकर രണ്ട് കുട്ടികളെയും വിളിച്ചിട്ട്, ഉസ്നെ പൂച്ച, ഉസ്നെ കിസ്നെ, രോഹിണീനെ, മാതാജീനെ, അമ്മ ചോദിച്ചു, അരെ ഓ ചുന്നു മുന്നു എ ഖിലൗനെ തുമ്നെ കിത്തനെ മേം ലിയേ ഹെ. അതെ കുട്ടികളെ, ചുന്നു മുന്നു എ ഖിലൗനെ, ഈ കളിപ്പാട്ടം നിങ്ങൾക്ക് കിത്തനെ മേം ലിയേ ഹെ, എത്ര രൂപയ്ക്കാണ് നിങ്ങൾക്കത് കിട്ടിയിട്ടുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾ എത്ര രൂപയ്ക്ക് വാങ്ങിയതാണ്? മുന്നു പറഞ്ഞു, ദോ പൈച്ചേ മേ ഖിലൗനെ വാല ദേ ഗയായേ, ദോ പൈച്ചേ മേ ഖിലൗനെ വാല ദേ ഗയായേ, അതായത് 2 പൈസയ്ക്ക് കളിപ്പാട്ടക്കാരനത് തന്നു എന്ന് പറഞ്ഞു. രോഹിണി സോച്ചനെ ലഗി, നമ്മുടെ കുട്ടികളുടെ അമ്മയായ രോഹിണി ചിന്തിക്കാൻ തുടങ്ങി. ഇത്തനെ സസ്തെ കൈസേ ദേ ഗയാ ഹെ, ഇത്തനെ സസ്തെ, ഇത്രത്തോളം കുറഞ്ഞ വിലയ്ക്ക്, സസ്തെ കൈസേ ദേ ഗയാ ഹെ, അതെങ്ങനെ കൊടുക്കാൻ പറ്റും? കൈസേ ദേ ഗയാ ഹെ, എങ്ങനെ കൊടുക്കാൻ പറ്റും? എഴുത്തോ വഹി ജാനെ, അത് അദ്ദേഹത്തിന് മാത്രമേ, വഹി കളിപ്പാട്ടക്കാരന് മാത്രമേ, ജാനെ അദ്ദേഹത്തിന് അറിയാം. ലേക്കിൻ ദേ തോ ഗയാ ഹി ഹെ, പക്ഷെ കൊടുത്തിട്ടുണ്ട്. ഇത്തനാ തോ നിശ്ചയ ഹെ, അത് അത്രത്തോളം കറക്റ്റാണ്, കൊടുത്തിട്ടുണ്ടെന്നുള്ളത് കറക്റ്റാണ് ഈ രൂപയ്ക്ക്. ഏക് ജറാഫി ബാത് ടഹരി, ഇങ്ങനെയുള്ള ഒരു ചെറിയ കാര്യം മാത്രമേ അവരുടെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. രോഹിണി ആപ്നെ കാമേ ലഹ് ഗയി, രോഹിണി വീണ്ടും എന്ത് ചെയ്തു? അവരവരുടെ ജോലികളിൽ മുഴുകി. ഫിർ കഭി ഉസെ ഇസ് പർ വിചാർ കർനെ കി ആവശ്യകത ഭി ഫലാ ക്യൂം പഡ്തി. ഫിർ കഭി ഉസെ, പിന്നീട് ഈ അവർക്ക് ഉസെ രോഹിണിക്ക് ഇസ് പർ വിചാർ കർനെ കി ആവശ്യകത, അതിനെക്കുറിച്ച് ചിന്തിക്കാനുള്ള ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. ഫല ക്യൂം പഡ്തി, അവർക്ക് ശരിക്കും അത് ചിന്തിക്കേണ്ട കാര്യം എന്താണ് ഉണ്ടായിരുന്നത്. 6 മഹീനെ ബാദ്, 6 മാസത്തിന് ശേഷമുള്ള സംഭവമാണ് ഇനി പറയുന്നത്. नगर भर में 2-4 दिनों से एक मुरली वाले के आने का समाचार फैल गया. नगर भर में, ഈ നഗരം മുഴുവനും 2-4 ദിനോം സെ, അതായത് ഒരു 2-4 ദിവസം കൊണ്ട്
एक മുരളി വാലെ കെ ആനെ കാ സമാചാർ. ഒരു മുരളി വാല, ഓടക്കുഴൽ വിൽക്കുന്നയാൾ, അദ്ദേഹത്തിൻ്റെ ഒരു വരവിനെ പറ്റിയുള്ള ഒരു സമാചാർ, ഒരു വാർത്ത ഫയൽ ചെയ്യാൻ പരന്നു. അപ്പം ഒരു 2-4 ദിവസം കൊണ്ട് ആ തെരുവ് മൊത്തവും പരന്നിരിക്കുന്ന ഒരു വാർത്തയാണ്. അവിടെ ആര് വന്നിട്ടുണ്ട് എന്നുള്ളത്, ഒരു ഫ്ലൂട്ട് വായിക്കുന്ന അല്ലെങ്കിൽ ഒരു ഓടക്കുഴൽ വായിക്കുന്ന ഒരു മനുഷ്യൻ വന്നിട്ടുണ്ട് എന്നുള്ളതിനെ പറ്റിയൊരു ചർച്ച പരന്നു. കേനയിലേക്ക് ആളുകൾ പറയാൻ തുടങ്ങി, ഫൈ വാഹ് മുരളി ബജാനെ മേം വഹ് ഏക് ഉസ്താദ് ഹെ. മുരളി ബജാനെ മേം, ഫ്ലൂട്ട് വായിക്കുന്നതിൽ ഏക് ഉസ്താദ് ഹെ, ശരിക്കും അയാളൊരു മാസ്റ്റർ തന്നെയാണ്, ഭയങ്കര പ്രതിഭ തന്നെയാണ് അയാൾ വായിക്കുന്നതിൽ. മുരളി ബജാക്കർ ഗാന സുനാക്കർ വഹ് മുരളി ബജ്താ ഭി ഹെ. മുരളി ബജാക്കർ, ഫ്ലൂട്ട് വായിച്ച്, ഗാന സുനാക്കർ, മറ്റുള്ളവരെ പാട്ട് കേൾപ്പിച്ച്, വഹ് മുരളി ബജ്താ ഭി ഹെ, അദ്ദേഹം വായിക്കുക മാത്രമല്ല ഓടക്കുഴൽ ബേച്ച്താ ഭി ഹെ, വിൽക്കുന്നുമുണ്ട്. സോഭി 2 പൈസേ മേം, അതും എത്ര പൈസയ്ക്കാണ്? 2 പൈസയ്ക്കാണ് കൊടുക്കുന്നത്. ഇസ്മേ ഉസേ ക്യാ മിൽത്താ ഹോഗ, അദ്ദേഹത്തിന് ഇതിൽ നിന്ന് എന്താ കിട്ടുക? മെഹനത്ത് ഫീ തോന്ന ആത്തി ഹോഗി, മെഹനത്ത് പരിശ്രമമാണ്, ആ പരിശ്രമത്തിനുള്ള ഒരു പ്രതിഫലം പോലും കിട്ടില്ല എന്നാണ് തോന്നുന്നത്. ഏക്ക് വ്യക്തിനെ പൂച്ചിലിയ, ഒരു വ്യക്തി, ആ നാട്ടിൽ തന്നെയുള്ള ഒരു വ്യക്തി ചോദിച്ചിരിക്കുകയാണ്, കൈസാ ഹേ വഹ് മുരളി വാല, മേനെ തോസ് നഹി ദേക്ക. എങ്ങനെയാണ് അദ്ദേഹത്തെ കണ്ടാൽ, ആ ഓടക്കുഴൽ വായനക്കാരനെ കണ്ടാൽ, മേനെ തോസ് നഹി ദേക്ക, ഞാൻ യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ കണ്ടിട്ടില്ല. ഉത്തരമില്ല. അദ്ദേഹം ചോദിച്ച ചോദ്യത്തിന് വേറൊരാൾ ഉത്തരം കൊടുക്കുകയാണ്, ഉമ്ര തോസ്കി അഭി അധിക് ന ഹോഗി. ഉമ്ര എന്ന് പറഞ്ഞാൽ ഏജ് ആണ്. ഏജ് തോ യഥാർത്ഥത്തിൽ ഉസ്കി അഭി അധിക് ന ഹോഗി. അപ്പം ശരിക്കും പറഞ്ഞാൽ ഏജ് അധികം ഉണ്ടാവില്ല. യഹി 30-32 കാ ഹോഗ, ഒരു 30-32 ഉണ്ടാവും. ദുബല പത്തല ഗോറ യുവക്. ദുബല പത്തല നന്നായിട്ട് മെലിഞ്ഞ് ക്ഷീണിച്ച ഗോറ യുവക്. ഗോറ രംഗം എന്ന് പറഞ്ഞാൽ വെളുത്ത നിറത്തിനാണ് നമ്മൾ പറയുന്നത്. അങ്ങനെ മെലിഞ്ഞ വെളുത്ത നിറമുള്ള ഒരു യുവാവ്. ബീക്കാനേരി രംഗീൻ സാഫ ബാന്ധ്താ ഹെ. ബീക്കാനേരി രംഗീൻ സാഫ ബാന്ധ്താ ഹെ. ബീക്കാനേരി രാജസ്ഥാനിലെ ഒരു സ്ഥലമാണ്. അവിടെ ആളുകൾ ധരിക്കുന്ന ഒരുതരം തലപ്പാവ്, രംഗീൻ സാഫ, നിറമുള്ള ഒരുതരം തലപ്പാവ് അദ്ദേഹം ബാന്ധ്താ ഹെ, തല. വഹി തോ നഹി ജോ പെഹ്ലെ ഖിലൗനെ ബേച്ചാ കർത്താ ഥാ. അത് മാത്രമല്ല, ജോ പെഹ്ലെ ഖിലൗന ബേച്ചാ കർത്താ ഥാ, അദ്ദേഹം നേരത്തെ ഖിലൗന ബേച്ചാ കർത്താ ഥാ, കളിപ്പാട്ടം വിറ്റിരുന്നോ? ഇത് ജനങ്ങൾ പരസ്പരമുള്ള സംസാരമാണ്. ക്യാ വഹ് പെഹ്ലെ ഖിലൗനെ ഫി ബേച്ചാ കർത്താ ഥാ. ഇത് കേട്ടുകൊണ്ടിരുന്ന ആൾ ചോദിച്ചു, എന്താ അദ്ദേഹം നേരത്തെ കളിപ്പാട്ടം കച്ചവടം ചെയ്തിട്ടുണ്ടായിരുന്നോ എന്ന് ചോദിച്ചു. हाँ, जो आकार प्रकार तुमने बतलाया उसी प्रकार का वह भी था. हाँ, जो ആകാർ പ്രകാർ അദ്ദേഹത്തിൻ്റെ ആ ഒരു രൂപം, അദ്ദേഹത്തിൻ്റെ ഭാവം, അതിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞു തന്നിരുന്നല്ലോ, നിങ്ങളതിനെപ്പറ്റി പറഞ്ഞിരുന്നല്ലോ. ഉസി പ്രകാർ കാ വഹ് ഭീ ഥാ, അതുപോലെ തന്നെയുണ്ട്. അപ്പോൾ ഖിലൗനെ വാലയെ പറ്റിയിട്ട് പറഞ്ഞു തന്നിരുന്ന അതുപോലെ തന്നെയുണ്ട് ഈ ഫ്ലൂട്ട് വായനക്കാരനെ കണ്ടാലും. തോ വഹി ഹോഗ, അപ്പോൾ ശരി, പറഞ്ഞ രൂപവും ഭാവവും ഒക്കെ വെച്ചിട്ട് അങ്ങനെയാണെങ്കിൽ പിന്നെ അത് തന്നെ ആയിരിക്കും വഹി ഹോഗ. പർ ഭായ് ഹേ വഹിക് ഉസ്താദ്, പക്ഷേ എന്തൊക്കെയാണെങ്കിലും ശരി സഹോദര, വഹിക് ഉസ്താദ്, അദ്ദേഹം ഒരു ശരിക്കും പറഞ്ഞ ഒരു മാസ്റ്റർ, അല്ലെ ഒരു വളരെ സമർത്ഥൻ തന്നെയാണ് അദ്ദേഹം. പ്രതിദിൻ ഇസി പ്രകാർ ഉസ് മുരളി വാലയ്ക്ക് ചർച്ച ഹോതി. അങ്ങനെ ദിനം പ്രതിദിൻ ഇസി പ്രകാർ ഇതുപോലെ മുരളി വാലയ്ക്ക് ചർച്ച ഹോതി. ആ ഫ്ലൂട്ട് വായനക്കാരനെ പറ്റിയിട്ടുള്ള ഓരോരോ ചർച്ചകൾ നടന്നുകൊണ്ടേയിരുന്നു. പ്രതിദിൻ നഗർ കി പ്രത്യേക ഗലിമേം, ഓരോ ദിവസവും നഗരത്തിലെ ഓരോ ഇടുങ്ങിയ തെരുവുകളിലൊക്കെ ഉസ്കാ മാതക്, അദ്ദേഹത്തിൻ്റെ മനസ്സിനെ മോഹിപ്പിക്കുന്ന മൃദുല, വളരെ സോഫ്റ്റായിട്ടുള്ള ആ ഒരു സുനായി പെട്ട, നമ്മളെ പെട്ടെന്ന് ആകർഷിപ്പിക്കുന്ന തരത്തിലുള്ള വളരെ മൃദുവായിട്ടുള്ള ശബ്ദം കേൾക്കാൻ സാധിച്ചു. ബച്ചോങ്കോ ബെഹലാനെ വാല മുരളിയ വാല, എന്താ കേൾക്കുന്നതെന്നറിയാവോ? ബച്ചോങ്കോ ബെഹലാനെ വാല, കുട്ടികളെ മോഹിപ്പിക്കുന്ന മുരളിയ വാല,
ഫ്ലൂട്ട് വായനക്കാരൻ എത്തിയിട്ടുണ്ട്. ആ ഒരു കളിപ്പാട്ട കച്ചവടക്കാരൻ എന്താണോ പാടിക്കൊണ്ട് നടന്നത് അതുപോലെയുള്ള ആ ഒരു പാട്ട് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. രോഹിണി ने भी मुरली वाले का स्वर सुना. നമ്മുടെ ചുന്നുൻ്റെ മുന്നുൻ്റെ അമ്മയുണ്ടല്ലോ രോഹിണി, രോഹിണിയും മുരളി വാലെ കാ യഹ് സ്വർ സുന, ഈ ഓടക്കുഴൽ കാരൻ്റെ ആ ഒരു സൗണ്ട് കേട്ടു. തുരന്ത് ഹി ഉസെ ഖിലൗനെ വാലെ കാ സ്മരൺ ഹോ ആയ. തുരന്ത് ഹി പെട്ടെന്ന് തന്നെ, ഉസെ ഖിലൗനെ വാലെ കാ സ്മരൺ ഹോ ആയ, പെട്ടെന്ന് തന്നെ രോഹിണിക്ക് ആരെ ഓർമ്മ വന്നു? ഖിലൗനെ വാല, ആ ഒരു കളിപ്പാട്ടക്കാരനെ ഓർമ്മ വന്നു. ഉസ്നെ മൻ ഹി മൻ കഹ, രോഹിണി, ഉസ്നെ ആരാണ്? കിസ്നെ? രോഹിണീനെ. മൻ ഹി മൻ കഹ, അവർ സ്വയം മനസ്സിൻ്റെ ഉള്ളിൽ അവർ പറഞ്ഞു, ഖിലൗനെ വാല ബി ഇസി തര ഗാ ഗാ കർ ഖിലൗനെ ബേച്ച കർത്ത ധ, ഖിലൗന വാലയും അല്ലെങ്കിൽ ആ കളിപ്പാട്ടക്കാരനും ഇതുപോലെ തന്നെ ഇസി തര ഗാ ഗാ കർ ഇങ്ങനെ പാടിയിട്ടായിരുന്നു ഖിലൗന ബേച്ച കർത്ത ധ, കളിപ്പാട്ടം വിറ്റുകൊണ്ടിരുന്നതെന്ന് ആര് ചിന്തിച്ചു? നമ്മുടെ രോഹിണി ചിന്തിച്ചു. രോഹിണി ഉട്കർ അപ്നെ പതി വിജയ് ബാബു കെ പാസ് ഗയി. രോഹിണി എണീറ്റിട്ട് അപ്നെ പതി, അവരുടെ ഹസ്ബൻഡായ വിജയ് ബാബുവിൻ്റെ അടുത്ത് ചെന്നു. ജറാ ഉസ് മുരളി വാലെ കോ ബുലാവോ തോ ചുന്നു മുന്നു കെ ലിയെ ലേ ലൂ. എന്നിട്ട് ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞു, എന്താ പറഞ്ഞത്? ജറാ ഉസ് മുരളി വാലെ കോ ബുലാവോ, ആ ഫ്ലൂട്ട് വായനക്കാരനെ ഒന്ന് വിളിക്കൂ, നമുക്ക് എന്ത് ചെയ്യാം? ചുന്നു മുന്നുവിന് വേണ്ടിയിട്ട് നമുക്ക് അദ്ദേഹത്തിൻ്റെ അടുത്തു നിന്ന് എന്ത് വാങ്ങിക്കാം? ഫ്ലൂട്ട് വാങ്ങിക്കാം എന്ന് പറഞ്ഞു അല്ലേ. ക്യാ പത്ത ഫിർ ഇതർ ആയി ന ആയി. ക്യാ പത്ത, ആർക്കറിയാൻ പറ്റും? വഹു ഫിർ ഇതറായി, ഇദ്ദേഹം പിന്നെ ഇതുവഴി വരുമോ? നായി, വരത്തില്ലയോ എന്ന് നമുക്കറിയാൻ പറ്റില്ലല്ലോ, നമുക്കിപ്പോൾ വാങ്ങിച്ചേക്കാവുന്നല്ലേ. വേ ഭി ജാൻ പഡ്താ ഹെ പാർക്ക് മേ ഖേൽനെ നികൽ ഗയേ ഹെ. അവർ കുട്ടികൾ പാർക്കിൽ കളിക്കാൻ വേണ്ടിയിട്ട് പോയിരിക്കുകയാണ്. അവർക്കും ഇത് കാണുമ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടമുണ്ടാവും. വിജയ് ബാബു എക് സമാചാർ പത്ര പഠ് രഹേ थे. ഈ സമയത്ത് വിജയ് ബാബു എന്ത് ചെയ്യുകയായിരുന്നു? ഒരു ന്യൂസ് പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഉസി തരഹ് ഉസേ ലിയേ ഹുയേ വേ ദർവാസെ പർ ആക്കർ. ഉസി തരഹ്, അതുപോലെ ഉസേ ലിയേ, അദ്ദേഹം അവിടെ ഇരുന്നിട്ട് ന്യൂസ് പേപ്പർ വായിക്കായിരുന്നു. ഉസേ ലിയേ, ആ ന്യൂസ് പേപ്പറുമായിട്ട് തന്നെ അദ്ദേഹം ദർവാസെ പർ ആക്കർ, ആ വാതിൽക്കലോട്ട് ചെന്ന് നിന്നിട്ട് മുരളി ബാലെ സെ ബോലെ, ഫ്ലൂട്ട് വിൽപ്പനക്കാരൻ്റെ അടുത്ത് ചോദിച്ചു, ക്യൂ ഭായ് കിസ് തരഹ് ദേത്തെ മുരളി, എന്താ എത്ര വിലയ്ക്കാണത് കൊടുക്കുന്നത്, ഏത് തരത്തിലാണ് കൊടുക്കുന്നത് വെച്ചാൽ ഇത് ഏത് വിലയ്ക്കാണ് കൊടുക്കുന്നതെന്ന് ആര് ചോദിച്ചു? നമ്മുടെ ചുന്നു മുന്നുവിൻ്റെ അച്ഛനായ വിജയ് ബാബു ചോദിച്ചു. കിസി കി ടോപ്പി ഗലിമെ ഗിർപ്പടി, കുട്ടികളുടെ ചിലരുടെയൊക്കെ തൊപ്പി എന്ത് ചെയ്തു? ഗലിമെ ഗിർപ്പടി, ആ ഇടവഴികളിലൊക്കെ എന്ത് ചെയ്തു? ഗിർപ്പടി, അങ്ങനെ താഴെ വീണു. കിസി കാ ജൂത്ത പാർക്ക് മേ ഹി ചൂട്ട് ഗയ. കിസി കാ ജൂത്ത, ചില കുട്ടികളുടെയൊക്കെ ചപ്പൽ ജൂത്ത പാർക്ക് മേ ഹി ചൂട്ട് ഗയ, എന്ത് ചെയ്തു? ആ പാർക്കിൽ തന്നെ വെച്ച് എടുക്കാൻ മറന്നിട്ട് അവരിങ്ങ് പോരുന്നു. അവർ കിസി കോ സോത്നി ഹി ഢീലി ഹോക്കർ ലട്ടക് ആയി ഥി. അവർ കിസി കി സോത്നി, ആ പൈജാമ, അവരിട്ടിരിക്കുന്ന ആ ഒരു പൈജാമയുടെയൊക്കെ ഇലാസ്റ്റിക് അഴിഞ്ഞിട്ടാവാം, അത് ഢീലി ഹോക്കർ ലടക്കായി, അതൊക്കെ എന്ത് ചെയ്തു? ഇങ്ങനെ ഊരിപ്പോകുന്ന പോലെ. ഇസി തരഹ് ദൗഡത്തെ ഹാഫ്ത്തെ ഹുയെ ബച്ചോं का झुंड ആ പഹുഞ്ച. അപ്പം ഈ ഓടക്കുഴൽക്കാരൻ്റെ ശബ്ദം കേട്ടപ്പോഴത്തേന് കുട്ടികൾ ദൗഡത്തെ ഹാഫ്ത്തെ ഓടി അണച്ചിട്ട് അവർ എന്ത് ചെയ്യുകയാണ്? ബച്ചോं का झुंड, കുട്ടികളുടെ കൂട്ടം എന്ത് ചെയ്തു? അങ്ങനെ ആ പഹുഞ്ച, അങ്ങനെ എത്തിച്ചേർന്നു. ഏക് സുർ സെ സബ് ബോലുടെ, ഒരേ സ്വരത്തിൽ എല്ലാവരും പറഞ്ഞു, ആംബി ലേങ്കെ മുല്ലി ഔർ ആംബി ലേങ്കെ മുല്ലി. എന്താ അവരുടെ കുഞ്ഞുങ്ങളുടെ സ്വരത്തിൽ പറഞ്ഞിരിക്കുകയാണ്, ആംബി ലേന്തേ വെച്ചാൽ ഹംഭി ലേങ്കെ, ഞങ്ങൾക്കും വേണം എന്ത് പിന്നെ ഓടക്കുഴൽ, ഞങ്ങൾക്കും വേണം എന്നാണ് അവർ പറയുന്നത്. ഹംഭി എന്നാണ് ആംബി എന്ന് പറഞ്ഞിരിക്കുന്നത്. ഹംഭി, ഞങ്ങൾക്കും വേണം ഓടക്കുഴൽ എന്ന് പറഞ്ഞു. മുരളി വാല ഹർഷ് ഗദ്ഗദ് ഹോഡ ബോല സബ്കോ ദേങ്കെ ഭയ്യ ലേക്കിൻ ജറാ റുക്കോ ടഹറോ एक एक को
ദേനെ ദോ. മുരളിവാല ഹർഷ ഗദ്ഗദ് കൂടെ അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷമായി. അദ്ദേഹം ഗദ്ഗത കണ്ടനെ, അദ്ദേഹത്തിൻ്റെ തൊണ്ട ഇടറി ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേ അദ്ദേഹത്തിന് സന്തോഷം കൊണ്ട് എന്താ ഒരു വിഷമം പോലെ ഗദ്ഗദ് കൂടെ അദ്ദേഹത്തിൻ്റെ തൊണ്ട ഇടറി ഇത് കണ്ടു കഴിഞ്ഞു. കുട്ടികളുടെ ആ ഒരു സന്തോഷം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും പോലെ അദ്ദേഹം പറഞ്ഞു, സബ്കോ ദേങ്കെ ഭയ്യ, എല്ലാവർക്കും തരാം, ലേക്കിൻ ജരാ റുക്കോ, നിങ്ങൾ അല്പം നിൽക്ക്, ടഹ്റോ അവിടെ നിൽക്ക്, ഞാൻ എല്ലാവർക്കും തരാം, ഏക്കേക്ക് കൊതേനേതോ, ഓരോരുത്തർക്കായിട്ട് ഞാൻ തരാം എന്ന് പറഞ്ഞു. അബി ഇത്തനീ ജൽദി ഹം കഹീ ലൗട്ട് ദോടെ ഹി ചായെങ്കി, അബി ഇത്തനീ ജൽദി, ഇത്രയും ധൃതിയിൽ ഹം കഹീ ലൗട്ട് ദോടെ ഹി ചായെങ്കി, ഞാൻ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ വളരെ കുറേ കഴിഞ്ഞിട്ടേ ഞാൻ പോകത്തുള്ളൂ, ഞാൻ എങ്ങും പോവില്ല, പെട്ടെന്ന് ധൃതി വെച്ച് എങ്ങും ഞാൻ പോവില്ല. ബേച്ചിനെത്തോ ആയേ ഹി ഹേ, ഞാൻ ബേച്ചിന വിൽക്കാൻ തന്നെയാണ് ഞാൻ വന്നിട്ടുള്ളത്. ഹേ ഫി ഇസ് സമയം മേരെ പാസ് ഏക്ക് ദോ നഹീം, ഇപ്രാവശ്യം എൻ്റെ പക്കൽ ഏക്ക് ദോ നഹീം, ഒന്നോ രണ്ടോ ഫ്ലൂട്ട് അല്ല ഉള്ളത്, പൂരി സത്താവൻ, ഒരു 57 ഓടക്കുഴൽ എൻ്റെ പക്കലുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആരും വിഷമിക്കേണ്ട എന്നുള്ള അർത്ഥത്തിലാണ് അദ്ദേഹം പറയുന്നത്. ഹാ ബാബുജി ക്യാ പൂച്ചാ ഥാ ആപ്നെ, കിത്തനെ മേം ധീ, 3 वैसे 3 पैसे के हिसाब से हैं, पर आपको 2 पैसे में ही दे दूँगा. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഇതിനിടയ്ക്ക് നടന്നൊരു സംഭവമാണ് പറയുന്നത്, കുട്ടികൾ വന്നതൊക്കെ. പക്ഷേ ആദ്യമേ നമ്മുടെ വിജയ് ബാബു ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ വില എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിനിടയ്ക്ക് ഈ ഒരു കുട്ടികൾ വന്ന ആ ഒരു സന്തോഷത്തിന് കാരണം അദ്ദേഹം മറന്നുപോയി അതിന് റിപ്ലൈ കൊടുക്കാൻ. ഇപ്പോഴാണ് മറുപടി പറയുന്നത്, ഹാ ബാബുജി ക്യാ പൂച്ചാ താ ആപ്നെ, ബാബുജി എന്താ ചോദിച്ചിരുന്നത്, കിത്തനെ മേം ദി, എത്ര രൂപയ്ക്ക് തരുമെന്നല്ലേ ചോദിച്ചിരുന്നത്. ദീൻ ദോ, ഞാൻ തരും, വൈസെ 3 പൈസയ്ക്ക് ഹിസാബ് സേ ഹേ, അങ്ങനെ കൊടുക്കുന്നത് 3 പൈസയ്ക്കാണ് കൊടുക്കുന്നത്. पर आपको 2 पैसे में ही दे दूँगा, താങ്കൾക്ക് ഞാൻ എന്ത് ചെയ്യാം, 2 പൈസയ്ക്ക് തന്നേക്കാമെന്ന് ബാബുജിയുടെ അടുത്ത് നമ്മുടെ മുന്നുൻ്റെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു. വിജയ് ബാബു ഭീത്തർ ബാഹർ ദോനോ രൂപോ മേ മുസ്കുരാ ദിയെ, നമ്മുടെ ഈ വിജയ് ബാബു ഭീത്തർ ബാഹർ, അദ്ദേഹം ഉള്ളിലും ചിരിച്ചു പുറമേയും ചിരിച്ചു. എന്നുവെച്ചാൽ എന്തോ ഒരു ഇഷ്ടക്കേടില്ലാത്ത തരത്തിലുള്ള ഒരു സമീപനം പോലെ അദ്ദേഹം അവിടെ പ്രകടിപ്പിക്കുകയുണ്ട്. ഉള്ളിലും ചിരിച്ചു പുറമേയും ചിരിച്ചു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ എന്തോ ഒരു നെഗറ്റീവ് ഫീൽ ചെയ്തതുപോലെ നമുക്ക് തോന്നും അല്ലേ. മൻ ഹി മൻ കേനെ ലഗേ, അദ്ദേഹം ഉള്ളിൻ്റെ ഉള്ളിൽ പറഞ്ഞു, കേസാ ഹേ ദേത്താ തോ സബ്കേ ഇസി ഭാവ് സേ ഹേ, എന്താണിങ്ങനെ, ദേത്താ തോ സബ്കോ ഇസി ഭാവ് സേ ഹേ, കൊടുക്കുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഈ വിലയിൽ കൊടുക്കണം 2 പൈസയ്ക്ക്. പർ മുജ് പർ ഉൽട്ടാ എഹസാൻ ലാദ് രഹാ ഹേ, പക്ഷേ എന്നിൽ ഉൽട്ടാ എഹസാൻ, ഒരു തരം നല്ലതല്ലാത്ത അധികം നല്ലതല്ലാത്ത തരത്തിലുള്ള ഒരു തരം ദയ എൻ്റെ മുന്നിൽ അടിച്ചേൽപ്പിക്കുന്നത് പോലെ എനിക്ക് തോന്നി. ഫിർ ബോലെ, പിന്നീട് അദ്ദേഹം പറഞ്ഞു, തും ലോഗോങ്കി ജൂട്ട് ബോൾനേക്ക് ആദത് ഹോതി, എന്നിട്ട് അദ്ദേഹം കളിപ്പാട്ട കച്ചവടക്കാരൻ ഫ്ലൂട്ട് കച്ചവടക്കാരൻ ശരിക്കും പറഞ്ഞാൽ ആദ്യം പറഞ്ഞത് 3 രൂപയ്ക്കാണ് ഞാൻ കൊടുക്കുന്നത്, താങ്കൾക്ക് ഞാൻ 2 രൂപയ്ക്ക് തരാമെന്ന് പറഞ്ഞപ്പോൾ ഒരു നെഗറ്റീവ് നമ്മുടെ വിജയ് ബാബുവിന് ഫീൽ ചെയ്തു അല്ലേ. അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറയുന്നത്. തും ലോഗോങ്കി ജൂട്ട് ബോൾനേക്ക് ആദത് ഹോതി ഹെ, നിങ്ങൾ ആളുകൾക്ക് ജൂട്ട് ബോൾന മീൻസ് കള്ളം പറയുന്ന രീതിയുണ്ട്, ആ ഒരു ഹാബിറ്റുണ്ട്, ആദത്ത്. ദേത്തെ ഹോങ്കെ സബീക്കോ 2 പൈസേനെ, കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും 2 പൈസയ്ക്ക് കൊടുക്കണം. ਪਰ എഹസാൻ കാ ബോച്ച്, ഒരു പ്രത്യേകതരം ദയയുടെ ആ ഒരു ബോച്ച, ആ ഒരു ഭാരം എൻ്റെ മേൽ എന്തിനാണിങ്ങനെ ലാദ്രഹോ, എൻ്റെ മേൽ അടിച്ചേൽപ്പിക്കുന്നു, ഒരു പ്രത്യേക ദയ എന്നോട് പ്രകടിപ്പിക്കുന്നത് പോലെ എനിക്ക് തോന്നി. മുരളി ബാല ഏകദം അപ്രദീപ് ഗൗഡ, മറുപടി കേട്ടപ്പോൾ നമ്മുടെ ഫ്ലൂട്ട് വായനക്കാരൻ എന്താ തോന്നിയത്, അദ്ദേഹം പെട്ടെന്ന് ഒന്ന് അപ്സെറ്റായി അല്ലേ. എന്നിട്ട് പറഞ്ഞു, ആപ്കോ ക്യാ പതാ ബാബുജി കി ഇസ്കി അസ്ലി ലാഗത് ക്യാ ഹെ, ആപ്കോ ക്യാ പതാ, താങ്കൾക്ക് എന്തറിയാം ബാബുജി, കി ഇസ്കി അസ്ലി ലാഗത് ക്യാ ഹെ, ഇതിൻ്റെ ശരിക്കുമുള്ള ചിലവ്, ഇത് നിർമ്മിക്കാൻ വേണ്ടുന്ന ശരിക്കുമുള്ള ലാഗത്ത്, അതിൻ്റെ ചിലവ് എത്ര ആണെന്ന് താങ്കൾക്കറിയാമോ. ഏതോ ഗ്രാഹകോ കാ ദസ്തൂർ ഹോത്താ ഹെ കി, ഇത് യഥാർത്ഥത്തിൽ ഗ്രാഹക് മീൻസ് കസ്റ്റമേഴ്സ്, വാങ്ങിക്കുന്ന ആളാണ്. ആ കസ്റ്റമേഴ്സിൻ്റെ ഒരു ദസ്തൂർ ഹോത്താ ഹെ, അവരുടെ ഒരു രീതി ഇതാണ്. ഏത്, ദുക്കാൻദാർ ചാഹെ ഹാനി ഉടാക്കർ ചീസ് ക്യൂം ന ബേച്ചെ,
അവരുടെ ഒരു രീതി ഇതാണ്. കച്ചവടക്കാരെ ഹാനി ഉണ്ടാക്കുക, അവർക്ക് നഷ്ടം വന്ന് എന്തുകൊണ്ട് സാധനങ്ങൾ അവർ വിൽക്കുന്നില്ല എന്നുള്ള രീതിയാണ് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി അങ്ങനെ ചെയ്താൽ തന്നെ നഷ്ടം വന്നു കൊടുത്താലും ഗ്രാഹക് എക്കി സമझते हैं, കസ്റ്റമേഴ്സ് ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്. ദുക്കാൻദാർ മുझे लूट रहा है, കച്ചവടക്കാരൻ എന്നെ കബളിപ്പിച്ചു എന്നാണ് അവർ പറയുക. ആ ഭല കാഹേക്കോ വിശ്വാസ് കരേങ്കെ, ശരിക്കും താങ്കളെ ഞാൻ എങ്ങനെയാണ് വിശ്വസിപ്പിക്കുക. ലേക്കിൻ സച്ച് പൂച്ചിയെത്തോ ബാബുജി, പക്ഷേ സച്ച് പൂച്ചിയെത്തോ ബാബുജി, ശരിക്കും സത്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അസലി ദാം ദോഹി പൈസാഹെ, ശരിക്കും അസലി ദാം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ശരിക്കുമുള്ള വില രണ്ട് പൈസ തന്നെയാണ്. ആപ് കഹീസെ ദോ പൈസേമേ ഏ മുരളി നഹീം പാ സക്തെ, താങ്കൾക്ക് കഹീസെ എങ്ങു നിന്നും ദോ പൈസേ മേംസെ 2 പൈസയ്ക്ക് ഏ മുരളി നഹീം പാ സക്തെ, ഇങ്ങനൊരു ഫ്ലൂട്ട് സ്വന്തമാക്കാൻ സാധിക്കത്തില്ല. മേനെ തോ പൂരി 1000 ബൻവായി ഥി, ഞാൻ ശരിക്കും പറഞ്ഞാൽ 1000 1000 ഞാനൊരു 1000 ഫ്ലൂട്ട് ഉണ്ടാക്കിച്ചിരുന്നു. തബ് മുझे ഇസ് ഭാവ് പടി ഹെ, അതുകൊണ്ട് എനിക്ക് ഈ 1000 ഉണ്ടാക്കിച്ചത് കൊണ്ട് തന്നെ എനിക്ക് ഈ 2 പൈസയ്ക്ക് വിൽക്കാൻ പറ്റും. വിജയ് ബാബു ബോലെ, അച്ഛാ മുझे ज़्यादा വക്ത് നഹീ, ജൽദി സെ ദോ ठो നികാൽ ദോ. വിജയ് ബാബു പറയുകയാണ്, ശരി എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ശരി മുझे ज़्यादा വക്ത് നഹീ, എനിക്ക് കൂടുതൽ സമയമില്ല, ജൽദി സെ ദോ ठो നികാൽ ദോ, എനിക്കതിൽ നിന്ന് 2 ഫ്ലൂട്ടിങ് തന്നേക്ക് വേഗം, എനിക്ക് ടൈമില്ല കേട്ടുകൊണ്ട് നിൽക്കാൻ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പോയി. ദോ മുരളിയാം ലേക്കർ വിജയ് ബാബു ഫിർ മക്കാൻ കെ ഭീത്തർ പഹുഞ്ച് ഗേ. ദോ മുരളിയാം ലേക്കർ, 2 ഫ്ലൂട്ടുമായിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, മക്കാൻ കെ ഭീത്തർ പഹും, വീടിനുള്ളിലേക്ക് അദ്ദേഹം പുറപ്പെട്ടു. മുരളിവാല ദേർ തക് ഉൻ ബച്ചോ കെ ഝുൻമെ മുരളിയാം ബേച്ച്താ രഹ, മുരളിവാല എന്ത് ചെയ്തു, ദേർ തക് വളരെ നേരം, ഉൻ ബച്ചോ കെ ഝുൻമെ ആ കുട്ടികളുടെ കൂട്ടത്തിനിടയിൽ നിന്നുകൊണ്ട് മുരളിയാം ബേച്ച്താ രഹ, അദ്ദേഹം എന്ത് ചെയ്തു, ഈ ഓടക്കുടലൊക്കെ വിറ്റുകൊണ്ട് നിന്നു. ഉസ്കെ പാസ് കൈ രംഗ് കി മുരളിയാം ഥി, അദ്ദേഹത്തിൻ്റെ കയ്യിൽ പല നിറത്തിലുള്ള കൈ രംഗ് കി മുരളിയാം, പല നിറത്തിലുള്ള ഓടക്കുഴലുണ്ടായിരുന്നു. വെച്ച് ജോ രംഗ് പസന്ത് കർത്തെ, കുട്ടികൾക്ക് ഏത് നിറമാണെന്ന് ഇഷ്ടമുള്ളത് മുരളിവാല ഉസി രംഗ് കി മുരളി നിക്കാൽ ദേത്ത, അവർക്ക് ഇഷ്ടമുള്ള നിറത്തിലുള്ള ഫ്ലൂട്ട് എടുത്തിട്ട് അവർക്ക് കൊടുക്കും. ഇത് ബെഡി അച്ചി മുരളി ഹേ, ഇത് നല്ല ഫ്ലൂട്ടാണ്. തും യഹി ലേലോ ബാബു, ഇതെടുത്തോ, ഇതാണ് നല്ലതെന്ന് പറഞ്ഞിട്ട് ഓരോരുത്തരും ഇങ്ങനെ ഏൽപ്പിക്കുകയാണ്. രാജാ ബാബു തുമാരെ ലായക് തോ ബസ് ഏഹെ, എന്നിട്ട് വേറൊരാളുടെ അടുത്ത് പറയുകയാണ്, നിനക്ക് പറ്റിയത് ഇതാണ്, ഇത് നീ എടുക്കെന്ന് പറഞ്ഞു. ആ ഫയ്യേ തുംകോ വഹീ ദേങ്കെ ഏലോ, നിനക്ക് ഇത് നീ ചോദിക്കുന്ന അത് തന്നെ നിനക്ക് തരാം, അത് എടുത്തോളൂ. തുംകോ വൈസി ന ചാഹിയേ, തുംകോ വഹീന ചാഹിയേ, നിനക്കതല്ലേ വേണ്ടത്. നാരങ്ങി രംഗിക്ക്, ഓറഞ്ച് കളറിലുള്ള വഹീലോ, അപ്പോൾ പിന്നെ ഇഷ്ടമുള്ളതാണെങ്കിൽ അതെടുക്കുമെന്ന് പറഞ്ഞു. ലേ ആയേ പൈസ കൊണ്ടുവന്നൊന്ന് ഒരു കുട്ടീൻ്റെ അടുത്ത് ചോദിച്ചു. അച്ഛാ ഏലോ തുമാരേ ലിയേ മേനെ പെഹലേ ഹി സെ നിക്കാൽ രഹി തി, എങ്കിൽ പിന്നെ ഇതെടുക്ക, തുമാരേ ലിയേ മേനെ പെഹലേ ഹി, നിനക്ക് വേണ്ടിയിട്ട് ആദ്യം തന്നെ നിക്കാൽ രഹി തി, ഞാൻ ഇതെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നായിരുന്നു, നീ എടുക്കെന്ന് പറഞ്ഞു. തുംകോ പൈസ നഹി മിലേ, വേറൊരു കുട്ടീൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, പൈസ കിട്ടിയില്ലേ വീട്ടിൽ നിന്ന്. തുമ്നെ അമ്മാസെ ടീക്ക് തരഹ് മാങ്കന ഹോങ്കെ, നീ അമ്മയുടെ അടുത്ത് നിന്ന് എന്ത് ചെയ്തിട്ടുണ്ടാവത്തില്ല, നല്ല രീതിയിൽ ടീക്ക് തരഹ് മാങ്കന ഹോങ്കെ, നന്നായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടാവത്തില്ല. ധോത്തി പകടുക്കർ, അമ്മയുടെ ഡ്രസ്സിലൊക്കെ പിടിച്ചിട്ട്, പൈരോമെ ലിപ്പട്ടുക്കർ, കാലിൽ ഇങ്ങനെ ചുറ്റിപ്പിടിച്ചിട്ട്, അമ്മാസെ പൈസ മാങ്ക ജാത്തെ ഹേ, അമ്മയുടെ അടുത്ത് നിന്ന് എന്ത് ചെയ്യണം, പൈസ ആവശ്യപ്പെടണം എന്ന്. ബാബു ഹാഫിർ ജാവോ, അങ്ങനെ ചെന്ന് ചോദിച്ചിട്ട് പിന്നെ വാ, ഞാൻ ആപ്കി ബാർമിൽ, ഇപ്രാവശ്യം നമുക്ക് എന്ത് ചെയ്യാം, മേടിക്കാം, പോയി വീട്ടിൽ നിന്നും അമ്മയുടെ അടുത്ത് ഈ പറഞ്ഞ രീതിയിൽ പൈസ കളക്ട് ചെയ്തിട്ട് വരാമെന്ന്. ധ്വനി ഹേ തോ ക്യാ ഹുവാ, ഏലോ പൈസ വാപ്പസ് ലോ. ധ്വനി ഹേ, 2 തൊട്ടല്ലായിരുന്നോ, തോ ക്യാ ഹുവാ, അപ്പോൾ ഇനി എന്താണ്, ഏലോ പൈസ വാപ്പസ് ലോ, ഇത് ബാലൻസ് എന്നാ പിടിച്ചോളൂ. ടി ഹോ ഗയാ ഹേനാ, ഗയാന ഹിസാബ്, ടി ഹോ ഗയാ, കറക്റ്റ് അല്ലേ, ഹിസാബ് കണക്ക് കറക്റ്റ് അല്ലേ, ഇതെല്ലാം ഓരോരുത്തരോട് ചോദിക്കുന്നതാണ്. മിൽ ഗയേ പൈസ കിട്ടിയില്ലേ, ദേക്കോ നോക്ക്, മേനെ തർക്കീബ് ബദായി, മിൽ ഗയേ പൈസ, അപ്പം മറ്റേ പൈസയ്ക്ക് അമ്മയുടെ അടുത്ത് പോയിട്ടുള്ള കുട്ടിയുടെ അടുത്താണ് ചോദിക്കുന്നത്, പൈസ കിട്ടിയാ, ദേക്കോ
നോക്ക്, മേനെ തർക്കിബ് ബതായി, ഞാനാണ് ഉപായം പറഞ്ഞു തന്നത്, ഞാനാണ് മാർഗം പറഞ്ഞു തന്നത് എന്ത് ചെയ്യണം എന്നുള്ളത്. അച്ഛാ അബ് തോ കിസി കോ നഹീ ലേനാ ഹേ. ശരി, അപ്പോൾ ഇനി ആർക്കും കിട്ടാനില്ലല്ലോ അല്ലേ? സബ് ലേ ചുക്കെ, എല്ലാവരും എടുത്തു കഴിഞ്ഞില്ലേ? തുമാരി മാങ്കെ പാസ് പൈസ നഹി ഹേ. അപ്പോൾ വേറൊരു കുട്ടീൻ്റെ അടുത്ത് ചോദിച്ചു, തുമാരി മാങ്കെ പാസ് പൈസ നഹി ഹേ, അമ്മയുടെ അടുത്ത്, കുട്ടിയുടെ അമ്മയുടെ അടുത്ത് പൈസ ഇല്ലേ? അച്ഛാ തും ഭി യഹി ലോ, അവനും ഒരു എന്ത് കൊടുത്തു, ഒരു ഫ്ലൂട്ട് കൊടുത്തു. എന്നാൽ പിന്നെ ഇത് വെച്ചോ. അച്ഛാ തോ അബ് മേ ചലത്താ, അപ്പോൾ പിന്നെ ശരി ഞാൻ പോകുന്നു. ഇസ് തരക് മുരളിവാല ഫിർ ആകെ ബഡ്കെ. അങ്ങനെ കുട്ടികളുടെ ഇടയിൽ നിന്നുള്ള കച്ചവടമൊക്കെ കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു, മുരളിവാല എന്ത് ചെയ്യുകയാണ്, അങ്ങനെ മുന്നോട്ട് ആ ഇടവഴിയിലൂടെ നടന്ന് പോവുകയാണ്. അപ്പോൾ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, എനിക്ക് പറയാനുള്ളത്, തീർച്ചയായിട്ടും ചാനൽ കാണുന്നവർ, അതുപോലെ തന്നെ ഈ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും, അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമാണ് എനിക്ക് അടുത്ത വീഡിയോ ഇടാനുള്ള ഒരു പ്രചോദനം കിട്ടുക. ഓക്കെ, താങ്ക് യു.